ചേട്ടാ ഇന്നും പോയില്ലല്ലേ പണിക്ക്? ഇന്നലെ മേസ്ത്രി ജോസഫേട്ടൻ അന്വേഷിച്ച് അവനെ 2 ദിവസമായി കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. എന്താ ചോദിച്ചേട്ടാ ഒരു വിഷമം പോലെ? ഒന്നുമില്ലടാ. നിനക്ക് എവിടെ പണി? നമ്മുടെ അലീക്കയുടെ വീട്ടിൽ അടുത്ത ആഴ്ച കയറി താമസം. അതിനുള്ളിൽ തീർത്തു കൊടുക്കണം. പണിയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല. അല്ല സുരേഷേട്ടാ, നമ്മുടെ രമേശിയുടെ വീട്ടിൽ 2 ദിവസം മുമ്പ് കുറച്ച് ആൾക്കാരെ കണ്ടല്ലോ. എന്താ കല്യാണാലോചന പോലെ എനിക്ക് തോന്നി. രമേശ് ഒന്നും പറഞ്ഞില്ലേ? നിങ്ങൾ തമ്മിൽ വല്ല വിഷയമുണ്ടോ? നീ ഇപ്പോൾ പണിക്ക് പോകണല്ലേ? പോയാൽ പണി തീർക്കും. എന്നാൽ വൈകിട്ട് കാണാം. എന്തേ ചോദിച്ചേട്ടാ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച്. എന്താ ഇവിടെ വന്നിരിക്കണേ? എന്ത് പറ്റി ചേട്ടാ? ഞാൻ അറിഞ്ഞത് ശരിയാ, അത് കല്യാണാലോചന തന്നെയായിരുന്നു. രമ്യേച്ചിയെ സമ്മതിച്ചിട്ടില്ലെന്നാണ് ഞാൻ കേട്ടെ. പറിച്ചു മാറ്റിയാൽ പോലും പിരിയാത്തവരായിരുന്നില്ലേ നിങ്ങൾ? പിന്നെന്താ പറ്റിയ? അതൊക്കെ പോട്ടെ, ചെക്കനാരാന്നറിയോ? നമ്മുടെ സുനിച്ചേട്ടാ. നീ കേട്ട സത്യോടാ. അവൾ ഇതിൽ നിന്ന് പിന്മാറുന്ന ഞാൻ വിചാരിച്ച, പക്ഷെ അവൾ മാറിയില്ല. പിന്നെ സുനിൽ അവൻ്റെ കൂട്ടുകാരനല്ലടാ. സുനിച്ചേട്ടനോടൊന്ന് പറയായിരുന്നില്ലേ? അത് പോട്ടെ, എന്നോടൊരു വാക്ക്. ഞാൻ എങ്ങനെയാണ് അവനോട് പറയണം? പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തായാലും ശരിയാവൂല. അവരുടെ വീട്ടുകാർക്ക് എന്തായാലും താല്പര്യമില്ല. പിന്നെ അവന് കല്യാണം നടക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് പറയണല്ലേ. കണ്ണാ, ഇതെങ്കിലും നടക്കട്ടെ. ചിലപ്പോൾ ഇതായിരിക്കും ദൈവനിശ്ചയം. ആ സുനിച്ചേട്ടാ, എന്നാ വന്നേ? എടാ ഞാനേ ഇന്നലെ വന്നത്. പിന്നെ എൻ്റെ കല്യാണമൊക്കെ ആയി. പെണ്ണുകാണൽ ചടങ്ങൊക്കെ ഉണ്ടായോ? പെണ്ണുകാണൽ ചടങ്ങൊന്നും ഉണ്ടായില്ലടാ. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പം അത് അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമായി. പിന്നെ പെണ്ണെ കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമായി. നമുക്ക് ചായ പിടിച്ചാലോ? കുടിക്കാം. സൈക്കിളോട് നോക്കി കാര്യം വേണ്ട, അത് ഇവിടെ അടുത്തല്ലേ? അറിഞ്ഞു ആണോ? സൈക്കിളോട് സുധീനോട്ട് കണ്ടുമില്ല. അവനെ വിളിച്ചിട്ട് കിട്ടുള്ള. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്തായാലും പുള്ളിയുടെ ഫോൺ മാത്രമല്ല, പുള്ളി തന്നെ സ്വിച്ച് ഓഫ് ആണ്. അതെന്ത് പറ്റി? പറയാം. എടാ സുധി. സുനിലെ, ഞാനിവിടെ നേരെ പറഞ്ഞോട്. നമ്മുടെ കണ്ണനാ പറഞ്ഞ. നിന്റെ എവിടെയൊക്കെ അന്വേഷിച്ചടാ? നിന്റെ ഫോൺ എന്തേ? ഞാൻ 3-4 ദിവസമല്ലേ വിളിക്കണത്. നീ ഇവിടെ ഇരിക്കടാ. ഫോൺ നിലത്ത് വേണ്ട. അത് നന്നാക്കി കൊടുത്തന്നെ കിട്ടിയിട്ടില്ല. എന്താടാ നിനക്കൊരു സങ്കടം പോലെ? എന്താ എന്ത് പറ്റി? അങ്ങനെ സങ്കടമൊന്നുമില്ല. എൻ്റെ കല്യാണമാണ്. നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാത്തിനും നീ എൻ്റെ കൂടെ വേണം കേട്ടാ. അത് പ്രത്യേകിച്ച് പറയണോടാ. ഞാനുണ്ടാവൂലേ? അത് മതി. നീ എന്താടാ വന്നേ? ഞാൻ 3 ദിവസമായി. പട്ടാളക്കാരൻ്റെ ലൈഫല്ലടാ. അവരെപ്പോൾ വിളിക്കണം അപ്പോൾ നമ്മൾ പോകണം. ഇതാണ് ജീവിതം.
ചേട്ടാ അറിഞ്ഞില്ലേ, നമ്മുടെ രമ്യേച്ചിനെ വണ്ടി മുട്ടി ഹോസ്പിറ്റലാണ്. ലൂർദിൽ. അതെന്താ പറ്റിയത്? എന്താ പറ്റിയെന്നറിയില്ല, എല്ലാവരും പോയിട്ടുണ്ട്. ആരൊക്കെ അവിടെ? അവിടെ അമ്മാമാരൊക്കെ ഉണ്ട്. സുല്ലേ, എനിക്കൊന്ന് പോയി നോക്കാൻ പാടില്ലേ? എന്തിനാടാ? അവളുടെ അച്ഛനും അമ്മയും അമ്മാവന്മാരൊക്കെ അവിടെ ഇല്ലേ, അവർ നോക്കിക്കോളൂ. വേണമെങ്കിൽ അമ്മാവനൊന്ന് വിളിച്ചു നോക്കാം. ആ അമ്മാവാ, അവൾക്ക് എന്താ പറ്റിയത്? ആണോ? ആ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ എന്നാൽ ഓക്കെ എന്നാ. ആ ശരി. എന്താ കുഴപ്പമൊന്നുമില്ല. എന്നാലും നിനക്കൊന്ന് പോയി നോക്കാൻ പാടില്ലടാ. എന്ത് കാര്യക്കണ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞില്ലെങ്കിലും നിനക്ക് ഉറപ്പിച്ച പെണ്ണല്ലടാ അത്. നിനക്കെന്താ പ്രശ്നം? നിനക്കല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ എന്നാ പെണ്ണടാ. എന്താ സുജിത്തെ കാണിക്കണേ? വിട്ടെ വിട്ടെ. എന്തോ എങ്ങനെ നിന്റെ പെണ്ണാ? എടാ, നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാനും ഈ കണ്ണനും കൂടി ചേർന്ന് കളിച്ചൊരു നാടക, അത് നിനക്കറിയോ? എന്നാലും എന്റെ സുനി, നീ എന്നെ തീതിടിച്ച് കളഞ്ഞല്ലോടാ. നീ എന്റെ ചങ്കലടാ. സുജിത്തേട്ടാ, രമ്യേച്ചി അമ്പലത്തിലുണ്ട്, വേഗം പോയിട്ട് വാടാ ചെല്ലി. ഞാൻ പോയിട്ട് വരടാ. മൂന്നാല് ദിവസമായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഞാൻ മറ്റേയാളെ കല്യാണം കഴിച്ച് പോവാന്ന് വിചാരിച്ചോ?